أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل വസ്സഹാബത്ത് അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലിസാൻ ഖുർആനിലെ മൂന്നാമത്തെ പാഠം അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണുക പറ്റും. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയാം. നഖ്താറു വനുക്കമ്മിലു, ഈ ബ്രാക്കറ്റുള്ളത് തിരഞ്ഞെടുത്ത് ഇവിടെ പൂരിപ്പിച്ച് കൊടുക്കാനാണ്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അന്താന്നല്ലേ. ആ മാതൃകയിൽ ബാക്കിയുള്ളത് നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് കണ്ടെത്തി എഴുതാണ്ട് നോക്കാം. ഒന്നാമത്തെ യാ സാലിമു അന്ത സദീഖീൻ. യാ സാലിമുന സാലിമേ അന്ത സദീഖി, അന്ത നീ സദീഖി എൻ്റെ കൂട്ടുകാരനാണ്. ആ ബ്രാക്കറ്റിൽ അന്ത എന്നാണ് തിരഞ്ഞെടുത്തത് അല്ലേ. യാ സാലിമു സാലിമേ നമ്മൾ വിളിക്കുമ്പോൾ ഒരു ആളോട് നേരിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ, അല്ല മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ യാ സാലിമേ എന്ന് പറയുമല്ലോ. നമ്മൾ നേരിട്ട് ഒരാളോട് നേരിട്ട് സംസാരിക്കുമ്പോഴാണ് യാ സാലിമു എന്ന് ഉപയോഗിക്കുക. അപ്പോൾ നീ എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യാറ്, അല്ലാതെ അവൻ എന്ന് അഭിസംബോധന ചെയ്യോ ഇല്ല. ഇനി രണ്ടാമത്തെ നോക്കുക. യാ ഫാത്തിമത്തു ഡാഷ് നാജിഹത്തുൻ. യാ ഫാത്തിമത്തു, ഫാത്തിമ നാജിഹത്തുൻ. എന്താണ് വേണ്ടത്? നാജിഹത്തുൻ വിജയിയാണ്. അപ്പോൾ ഹിയ അവൾ, അന്ത നീ, അന്തി നീ. ഇതിലേതാണ് ഇവിടെ വേണ്ടത്? ഫാത്തിമ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ അവളുമായി അഭിസംബോധന ചെയ്യാണല്ലോ, സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ എന്ന ഉപയോഗിക്കില്ലല്ലോ, പിന്നെ നീ എന്നാ ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ അന്തയാണോ അന്തിയാണോ? അന്തിയാണ് ഉപയോഗിക്കുക. കാരണം എന്തുകൊണ്ട്? ഫാത്തിമ എന്ന പെൺകുട്ടി ആയതുകൊണ്ട് അന്തി എന്നാണ് ഉപയോഗിക്കാൻ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ യാ അബ്നാഉ ഡാഷ് ലാഇബൂന. യാ അബ്നാഉ കുട്ടികളെ, ആൺകുട്ടികളെ, ലാഇബൂന കളിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ കളിക്കുന്നവരാണ് വേണ്ടല്ലേ. ഇവിടെ എന്താ കൊടുത്തിട്ടുണ്ട്? അന്ത അന്തും അന്തി. ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെ ഓർമ്മയില്ല. അന്ത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നീ എന്നാണ്. അന്തും നിങ്ങൾ, അന്തിനി. അപ്പോൾ ഇവിടെ കുറേ ആളുകളുണ്ടാകുമ്പോൾ എന്താ ഉപയോഗിക്കുക? അത് അന്ത ഉപയോഗിക്കും, നിങ്ങൾ എന്നുള്ളതല്ലേ. ജവാദുൻ, ജവാദ് അവൻ. അപ്പോൾ ഉസ്താദ് എൻ്റെ ഉസ്താദാണ്. അത് നേരെ ഒരാളുമായി നേരെ സംസാരിക്കില്ല, ആ ഉസ്താദിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഹുവാന്ന ഹിയ അന്തി എന്നാണ് വേണ്ടത്. അതെ, ഹിയയും അന്തിയും പറ്റില്ല, കാരണം അർത്ഥവും വ്യത്യാസമുണ്ട്. രണ്ടും ഉപയോഗിക്കുന്നത് ആർക്കാണ്? പെൺകുട്ടികൾക്കാണ്. അപ്പോൾ ഉസ്താദ് ജവാദ് ആണാണ്. അപ്പോൾ എന്താ ഉപയോഗിക്കുക? ഹുവ എന്നല്ലേ. അവൻ ഉസ്താദി എൻ്റെ ഉസ്താദാണ്. പിന്നെ ഫാത്തിമത്തു ഉഖ്തി, ഫാത്തിമത്തു അല്ലേ. ഫാത്തിമ എൻ്റെ സഹോദരിയാണെന്നാണ് വേണ്ടത്. അപ്പോൾ ഹിയ അന്ത അന്തും. ഈ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ഈ രൂപം കണ്ടല്ലേ. ഹിയ ആർക്കും ഉപയോഗിക്കൽ? പെണ്ണിനാണല്ലേ. അതിൻ്റെ അർത്ഥം അവളെന്ന്. അന്താന്ന നീ എന്നാ, അത് ആർക്കും ഉപയോഗിക്കുക? ആണാണ്. അന്തുന്ന നിങ്ങളെന്നാ. അപ്പോൾ ഇവിടെ പെണ്ണാണല്ലോ, അപ്പോൾ ഇവിടെ ഏതാ വേണ്ടത്? അപ്പോൾ ഹിയ എന്നാണ് വേണ്ടത് അല്ലേ. ആറാമത്തെ നോക്കൂ. യാ ഇബ്നു വയാ ബിന്തു. അപ്പോൾ മോനെ അല്ലേ, ആൺകുട്ടിയെ പെൺകുട്ടിയെ. അപ്പോൾ രണ്ടാളുകളുണ്ട്, ഒന്ന് ആണും പെണ്ണും. അപ്പോൾ നിങ്ങൾ തൽഅബാനി കളിക്കുന്നവരാണല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞു യാ എന്നാണ് ഇവിടെ ഉപയോഗിച്ചില്ലേ, വിളിക്കാണ്. നമ്മൾ നേരെ സംസാരിക്കുക ഒരാളോട്, ഒരു ആൺകുട്ടിയോടും പെൺകുട്ടിയും. അപ്പോൾ അവർ എന്ന് പറയുമോ? ഇല്ല, നിങ്ങൾ നല്ല ഉപയോഗിക്കാതെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ അന്തുമ എന്നാണ് ഇവിടെ ഉപയോഗിക്കുക. ഏഴാമത്തെ നോക്കുക. മുസ്ലിമൂന ഡാഷ് യദ്ഹബൂന ഇലാ മക്ക. മുസ്ലിമീങ്ങൾ യദ്ഹബൂന ഇലാ മക്ക, മക്കയിലേക്ക് പോകുന്നവരല്ലേ. അപ്പോൾ എന്താ? മുസ്ലിമീങ്ങൾ എന്നാണ്. അപ്പോൾ കുറേ ആളുകളെ പറ്റി നമ്മൾ സംസാരിച്ച്. അപ്പോൾ ഇതിലേതാ? ഹും ഉണ്ട്, ഹിയ ഉണ്ട്, അന്തുണ്ട്. ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. ഹിയ ആണ് അവൾ, അന്ത നീ. അപ്പോൾ അന്തയും ഹിയ ഉപയോഗിക്കൂല, കാരണം ഇവിടെ കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പിന്നെ ആരാളുള്ളത്? ഹും എന്നാണ്, അവർ എന്ന്, കുറേ ആളുകൾ. പിന്നെ എട്ടാമത്തെ നോക്കും. ഡാഷ് അൽ മുസ്ലിമുൻ അൽ ഇസ്ലാമുദ്ദീൻ അല്ലേ. മുസ്ലിമാണ്, ഇസ്ലാം എൻ്റെ മതമാണെന്ന്. അപ്പോൾ ഏതാ? ഹുമാ പറ്റുമോ? മുസ്ലിമാണ്, അവർ രണ്ടാളും മുസ്ലിമാണെന്ന് പറ്റുമോ? ഇല്ല. അന്തും നിങ്ങൾ മുസ്ലിമാണെന്ന് അത് ശരിയാവില്ല. പിന്നെ എൻ്റെ മതം ഇസ്ലാമാണ്, അപ്പോൾ ഞാനാണ് സംസാരിക്കുന്നത്. അപ്പം അന മുസ്ലിം, ഞാൻ മുസ്ലിമാണ്, എൻ്റെ മതം ഇസ്ലാമാണ്. ഇപ്പോൾ മനസ്സിലായോ? ഓക്കെ. ഇനി താഴത്തത് നോക്കൂ. അതെ, കുറേ വാക്കുകൾ ശ്രദ്ധിച്ചു അല്ലേ. നുലാഹിദു അൽ മുഫ്രദ വൽ ജംഅ. മുഫ്രദും ജംഉം നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കുക എന്നാണല്ലേ. ഇതിൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, ജംഅ എന്ന് പറഞ്ഞാൽ ബഹുവചനം എന്നല്ലേ. ഒരാൾക്ക് ഉപയോഗിക്കുമ്പോൾ എന്താവും? മുഫ്രദാവും, ഏകവചനാകും. കുറേ ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാകുമ്പോൾ അത് ബഹുവചനം എന്ന് ഉപയോഗിക്കും. ജംഉ എന്ന് അറബിയിലും പറയും. അപ്പോൾ സ്വദീഖ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാരെന്ന. അതിൻ്റെ ബഹുവചനം എന്താ? അസ്തിഖാ എന്ന. സ്വദീഖിൻ്റെ ബഹുവചനം കൂട്ടുകാർ എന്ന. കലമുൻ പേന എന്ന. അഖ്ലാമുൻ പേനകൾ. ലൗനുൻ നിറം. അൽവാനുൻ നിറങ്ങൾ. താലിബുൻ വിദ്യാർത്ഥി. തുല്ലാബുൻ വിദ്യാർത്ഥികൾ. വറഖത്തുൻ വറഖുൻ പേപ്പർ. ഔറാഖുൻ പേപ്പറുകൾ. ഇനി താലിബത്തുൻ വിദ്യാർത്ഥിനി. താലിബാത്തുൻ എന്ന വിദ്യാർത്ഥിനികൾ. സൂറത്തുൻ എന്നാൽ ചിത്രം. സുവർന്ന് എന്ന ചിത്രങ്ങൾ. അന്തനി അതിന് ബഹുവചനം എന്ത്? അന്തും നിങ്ങൾ എന്നാണ് അല്ലേ. അന്തിനി ഇതിപ്പോൾ ആരോടാ? പെണ്ണിനോടാ പറയല്ലേ. അപ്പോൾ അതിൻ്റെ ബഹുവചനം എന്താ? നിങ്ങൾ അന്തുന്ന.
അന അപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ടാവും. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിവിടെ ഒരുപാട് ആണുങ്ങളായിരിക്കും ഉണ്ടാകുക. ഇനി അന ഞാൻ ഒരാളാണല്ലേ. അപ്പം ഇനി ഒരാൾ ഉണ്ടാകുമ്പോൾ ഇത് നെഹ്നു നമ്മളെ ഉപയോഗിക്കും. അപ്പോൾ ജംആൻ ഹുവ പറഞ്ഞാൽ അവൻ. അപ്പോൾ അതിന് ബഹുവചനം എന്ത് ഹും എന്നുള്ളത് അവർ. ഹിയ അവൾ, ഹുന്ന അവർ. അപ്പോൾ ഹിയൻ്റെ ജംആയിട്ട് ഹുന്നയാണ് ഉപയോഗിക്കുക, ഹുവൻ്റെത് ഹും എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്കൊക്കെ ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ബഹുവചനം ഏകവചനം കൊടുത്തതിന് ബഹുവചനം ഇതുണ്ടാവും, അല്ലെങ്കിൽ ബഹുവചനം കൊടുത്തിട്ട് അതിൻ്റെ ഏകവചനമൊക്കെയും ഉണ്ടാകുന്നതാണ്. ഇനി അടുത്ത പേജ് എല്ലാവരും. ഇനി നമുക്ക് നുലാഹിലു അൽ മുൻഫസ് ഇത് നോക്കാം. മുൻഫസിലായ ലമീറുകൾ ഏതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ. ഹുവ ഹുമ ഹും, ഹിയ ഹുമ ഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അന നഹ്നു. അപ്പോൾ ഇത് എന്ത് ഈ ഓർഡറിൽ തന്നെ എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ ഹുവ എന്തായിരുന്നു അവൻ. ഹുമ പറഞ്ഞാൽ അവർ രണ്ടുപേർ ആണുങ്ങളാണ്. ഹും എന്ന് പറഞ്ഞാൽ അവർ ആണുങ്ങളാണ്. ഹിയ അവൾ, ഹുമ അവർ രണ്ടുപേര്, ഹുന്ന അവർ. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇനി അന്ത നീ അല്ലേ ഒരാണാണ്. അന്തുമ നിങ്ങൾ രണ്ടുപേര്, അന്തും നിങ്ങൾ ഒരുപാട് ആളുകൾ. അന്തി നീ, അന്തുമ നിങ്ങൾ, അന്തുന്ന അല്ലേ അന്തുമ നിങ്ങൾ രണ്ടുപേർ, അന്തുന്ന നിങ്ങൾ ഒരുപാട് പേര്. അപ്പോൾ നിങ്ങൾ തന്നെ പറയും. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത് പുരുഷന്മാർക്ക് ആണുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇനി അന നെഹ്നു ഞാൻ, നെഹ്നു പറഞ്ഞാൽ നമ്മൾ. ഇത് രണ്ടുപേരും ഉപയോഗിക്കും. ഇനി അടുത്ത് നോക്കൂ. നുഖമ്മിലു ബിൽ വമീരിൽ മുൻഫസിൽ മുനാസിബിൻ കമാ ഫിൽ മിസാലി. ഇവിടെ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ യോജിച്ചത് ലമീർ എന്ത് ചെയ്യാം കൊടുത്തുകൊണ്ട് നമുക്ക് പൂരിപ്പിക്കുന്നതാണ്. എന്തൊക്കെയുള്ള ഹാദ ഇബിനുൻ, ഹാദ ഇത് ഇബിനുൻ ആൺകുട്ടിയാണ്. അപ്പോൾ ഹുവ ദാരിസുൻ അവൻ പഠിക്കുന്നവനാണ് എന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം ലമീറുകൾ ഉപയോഗിച്ച് ഇവിടെ പൂർത്തിയാക്കാം. എന്തൊക്കെ നോക്കുക. ഹാദാനി ഇബനാനി ഇത് രണ്ടും, ഇബനാനി ഇവർ രണ്ട് ആൺകുട്ടികളാണ്. അപ്പം എന്തൊക്കെയും ഇവർ രണ്ടുപേരും പഠിക്കുന്നവരാണെന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ എന്താ രണ്ട് ആൺകുട്ടികളുണ്ടാകുമ്പോൾ ഇവർ രണ്ടുപേരും. അപ്പോൾ ഹുമ എന്നാണ് ഉപയോഗിക്കില്ലേ, ഹുമ ദാരിസാൻ. ഈ ഹഉലായ അബനാൻ ഇവരെന്താ ആൺകുട്ടികളാണ്, രണ്ടെണ്ണമല്ല കുറേ ഉണ്ട്. അപ്പോൾ എന്താ ഉപയോഗിക്കുക, അത് ഹും എന്നാണ് ഉപയോഗിക്കുക. ഹും ദാരിസൂന അവർ വിദ്യാർത്ഥികളാണ്, പഠിക്കുന്നവരാണ്. ഇനി ഹാദിഹി ബിന്തുൻ, ഹാദിഹി ബിന്തുൻ ഇത് പെൺകുട്ടിയാണ്. അപ്പോൾ എത്ര ആളുണ്ട്, ഒന്നേ ഉള്ളൂ. അപ്പോൾ അവൾ പഠിക്കുന്നവളാണ്. അപ്പോൾ എന്താ ഉപയോഗിക്കുക, ഹിയ എന്ന് ഉപയോഗിക്കില്ലേ. ഹാത്താനി ബിന്താൻ ഇത് രണ്ട് പെൺകുട്ടികളാണ്. അവർ രണ്ടുപേരും പഠിക്കുന്നവരാണെന്ന് വേണ്ടത് ദാരിസത്താൻ. അപ്പോൾ അവർ രണ്ടുപേരും എന്താ ഉപയോഗിച്ചത്, ഹുമ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഹുമ ദാരിസത്താൻ. ഈ ഹഉലായി ബനാത്തിന് ഇവർ പെൺകുട്ടികളാണ്. അപ്പോൾ രണ്ടല്ല കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർ പഠിക്കുന്നവരാണ്. എന്തായാലും ഉപയോഗിക്കുക. അപ്പോൾ കുറേ പെൺകുട്ടികളുണ്ടാകുമ്പോൾ അവർ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഹുന്ന എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇനി താഴെ ഉള്ള നുക്കമ്മിലുൽ ഫറാഗ ശ്രദ്ധിച്ചെല്ലാവരും. നുക്കമ്മിലുൽ ഫറാഗ ഈ ഒഴിഞ്ഞു കിടക്കുന്ന വിട്ട ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പൂരിപ്പിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ആ ഓർഡറിൽ പഠിക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഹുവ രണ്ടാമത്തെ എന്താ ഇവിടെ ഉണ്ടായിരിക്കും, ഡാഷ് ഹും എന്നാണ്. അപ്പോൾ ഹുവ ഹുമ ഹും. പിന്നെ ഹിയ ഹുമ. അടുത്തെന്താ ഉണ്ട്, ഹുന്നാതെ. അന്ത അന്തുമ അന്തും. ഇവിടെ എന്താ അന്തി അന്തുമ അന്തുന അന നെഹ്നു എന്ന് എഴുതി കൊടുക്കട്ടോ. അപ്പോൾ അത് ആദ്യം നമ്മൾ മുമ്പ് പഠിച്ച ആ കോളത്തിലുള്ള കാര്യങ്ങളൊക്കെ നന്നായി കാണാതെ പഠിക്കുക. എന്നാലാണ് ഇത് നമുക്ക് പൂരിപ്പിക്കാൻ കഴിയുള്ളൂ. പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ഈ കാര്യം ചോദിച്ചിരുന്നു. ഇനി ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കൂ. അടുത്ത പേജിൽ നുക്കമ്മിൽ ബിളമീരിൻ മുൻഫസിലിൻ മുനാസിബിൻ കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ അതുപോലെ യോജിച്ചത് ഈ മുട്ട ഭാഗത്ത് പൂരിപ്പിക്കാം. യോജിച്ച ലമീർ കൊടുത്തിട്ട് യബ്നു അന്ത ദാരിസുൻ, യബ്നു അന്ത ദാരിസുൻ ആൺകുട്ടിയെ, അന്ത നീ ദാരിസുൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ യബ്നാനി രണ്ട് ആൺകുട്ടികളാണ്. അപ്പോൾ എന്തായിരിക്കും വേണ്ടത്, അതെ അന്ത രണ്ടാകുമ്പോൾ അന്തുമ നിങ്ങൾ രണ്ടുപേരും അല്ലേ. യാ അബിന ആൺകുട്ടികളെ രണ്ടെണ്ണം കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും വീണ്ടും എഴുതി കൊടുക്കേണ്ടത്, യാ ബിന്തു പെൺകുട്ടിയെ. അപ്പോൾ ബിന്തു ഒരു പെൺകുട്ടിയാണല്ലോ അല്ലേ. അപ്പോൾ എന്താ വേണ്ടത് ഇവിടെ, അന്ത ഉപയോഗിക്കില്ല, അന്ത ആണ്ണ ഉപയോഗിക്കുക. അപ്പോൾ എന്തൊക്കെ ഉപയോഗിക്കുക, അന്തി എന്ന നീ ദാരിസത്ത് വിദ്യാർത്ഥി. യാ ബിന്താണ് ഇവർ രണ്ട് പെൺകുട്ടികളെ, രണ്ടാളുകളുണ്ട്. അപ്പോൾ എന്താ ഉപയോഗിക്കുക, അതെ അന്തുമ ദാരിസത്താണ് ഉപയോഗിക്കുക. ഇനി യാ ബനാത്തു പെൺകുട്ടികളെ, അവർ രണ്ടെണ്ണ കുറേ പെൺകുട്ടികളുണ്ട്. അപ്പോൾ എന്താ ഉപയോഗിക്കുക, അന്തുന്ന എന്നാണ് ഉപയോഗിക്കുക. അന്തും ഉപയോഗിക്കൂല കേട്ടോ, അത് ആൺകുട്ടികൾക്കാണ് ഉപയോഗിക്കുക. നിങ്ങൾ രണ്ടിനർത്ഥം നിങ്ങൾ എന്ന് തന്നെയാണെങ്കിലും അന്തുന്ന ആർക്കാണ് ഉപയോഗിക്കുക, അതെ പെൺകുട്ടികൾക്കാണ്. ഇനി അന ഇബിനുൻ ഞാൻ ആൺകുട്ടിയാണ്. പിന്നെ
ദാരിസുൻ. അപ്പോൾ അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അന ബിന്തുൻ, ഞാൻ പെൺകുട്ടിയാണ്. പിന്നെ ഞാൻ വിദ്യാർത്ഥിനിയാണ്, ഇതെന്തോ ഉപയോഗിക്കാതെ അന, ആണും പെണ്ണും ഞാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കുക, അന എന്ന് തന്നെ ഉപയോഗിക്കുക. ഈ നെഹ്നു അബുനാവുൻ, ഞങ്ങൾ ആൺകുട്ടികളാണ്, ഒരുപാട് ആൺകുട്ടികൾ. അപ്പോൾ ഇവിടെ എന്താ, നെഹ്നു ദാരിസൂൻ, ഞങ്ങൾ പഠിക്കുന്നവരാണ്. നെഹ്നു ബനാത്ത്, ഞങ്ങൾ പെൺകുട്ടികളാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കൊടുക്കുക, അതെ നെഹ്നു ദാരിസാത്ത്, ഞങ്ങൾ പഠിക്കുന്നവരാണ്, വിദ്യാർത്ഥികളാണ്. ഇനി താഴെയുള്ളവർക്ക് നോക്കൂ. നഖറഉ മിനൽ ഖുർആനി വനക്ഷിഫു മിൻഹു അൽ-ലമാഇറ അൽ-മുൻഫസില വനഖുത്തു തഹ്തഹു. ഇവ താഴെ കൊടുത്തുള്ള ആയത്തുകൾ, അതിൽ നിന്ന് നമ്മൾ ഇതുവരെ പഠിച്ച ലമീറുകളുണ്ടല്ലോ, ഈ പാഠത്തിൽ പഠിച്ച, അതിനെ കണ്ടെത്തി അതിന് താഴെ വരയിടാനാണ്. അപ്പോൾ ആയ തവ്വാബുർ റഹീം ഇതിലുണ്ടോ, അത് അനാന്നുണ്ടല്ലേ. അടുത്തത് ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഇതിലേതാ നഹ്നു അല്ലേ, അപ്പോൾ അതിന് താഴെ വരയിടല്ലേ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇതിലേതാ നമ്മൾ പഠിച്ചത്, ഹും ഉണ്ടല്ലേ, പഠിച്ച ഹും എന്നതിൽ വന്നിട്ടുണ്ട്. അടുത്ത ഇന്നക അൻതൽ അലീമുൽ ഹകീം, ഇതിലേതാ നമ്മൾ പഠിച്ച ലമീറുള്ളത്, അന്ത എന്ന് ഇതിലുണ്ട്. അപ്പോൾ അതിന് താഴെ വരയിടുക എല്ലാവരും. ഖുൽ ഹുവല്ലാഹു അഹദ്, ഇതിലേതാ നാം പഠിച്ച ലമീർ, അത് ഹുവ എന്നാണ് അല്ലേ. അടുത്ത് ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ, ഇതിലേതാ നാം പഠിച്ച, അതെ ഹുന്ന പഠിച്ചിട്ടുണ്ടോ, ഉണ്ട്. പിന്നെ അന്തും എന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെയും ഹുന്ന ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ലമീർ മുൻഫസിലായ ലമീറുകൾ. ഇനി താഴെ ഹയ്യൻ നൻസഖി അൽ-ലമാഇറ, നമ്മൾക്ക് എന്ത് ചെയ്യുക, ലമീർ മുൻഫസിലായ ലമീറുകളെ എഴുതാന്ന. എന്തൊക്കെ, ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുന്ന, അന്ത, അന്തുന്ന. ഇത് അതുപോലെ നിങ്ങൾ വൃത്തിയിൽ എന്ത് ചെയ്യണം, എഴുതണം. വാവ് കണ്ടില്ലേ, വരയുടെ താഴെയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി പഠിക്കണം. ഹുമ അല്ലെ, ഹുമീമ് എഴുതുമ്പോൾ ഇതാ ഇങ്ങനെ, തനിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, കൂട്ടി എഴുതുമ്പോൾ ഇതൊക്കെ കണ്ടോ മുകളിലേക്ക്, ഇത് അവസാനം അലിഫ് വരുമ്പോൾ, അവസാനം അലിഫ് വേറെ അക്ഷരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ താഴ്ത്തിട്ടുണ്ടാകും. യാ ഇതാ ഒറ്റ അവസാനം ആണ് വരുന്നതെങ്കിൽ ഇതുപോലെയാണ് എഴുതുക. നൂന് ഇതാ ഇതുപോലെ വരയുടെ താഴത്തേക്ക് ഒന്ന് എഴുതണം എല്ലാവരും കേട്ടോ. പിന്നെ നൂനിന് ഇവിടെ നൂനുണ്ട്, ഇവിടെ നൂനുണ്ട്, പക്ഷെ അതിന് ശേഷം അക്ഷരം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഇത് താഴത്തെ കള്ളിയിലും എന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.